മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി ഉത്തരവിൽ ആശയക്കുഴപ്പമുണ്ട് എന്നതാണ് വസ്തുത. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കണമെന്ന സർക്കാർ ഉത്തരവ് ശരിവയ്ക്കുന്ന കോടതി എസ്റ്റേറ്റ് ഉടമകൾക്ക് മുൻകൂർ പണം നൽകണമെന്ന് കൂടി പറയുന്നതാണ് ഈ ആശയക്കുഴപ്പത്തിന് കാരണം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിനിരയായവരെ പുനരധിവസിപ്പിക്കാൻ 2 എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാൻ അനുമതി നൽകി ഈ മാസം 27-ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച 2 തരത്തിലുള്ള പരാമർശങ്ങളാണ് വിധിയിലുള്ളത്. മേപ്പാടിയിലെ നെടുമ്പാല എസ്റ്റേറ്റും കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനം ഹൈക്കോടതി ശരിവെക്കുന്നുണ്ട്. എന്നാൽ DM ആക്ട് പ്രകാരം ഏറ്റെടുക്കുന്ന ഭൂമിക്ക് മുൻകൂർ നഷ്ടപരിഹാരം നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു. ഉടമസ്ഥാവകാശം സംബന്ധിച്ച് സർക്കാരും എസ്റ്റേറ്റ് ഉടമകളും തമ്മിൽ ഇപ്പോൾ തന്നെ കേസുകളുണ്ട്. കേസിൽപ്പെട്ട ഭൂമി ഏറ്റെടുക്കുമ്പോൾ കോടതിയിൽ പണം കെട്ടിവെക്കുന്നതാണ് നിലവിലുള്ള കീഴ്വഴക്കം. എന്നാൽ കേസിൽ തീർപ്പ് വരുന്നതിന് മുമ്പ് തന്നെ നഷ്ടപരിഹാരം നൽകണമെന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. ഇതിനൊപ്പം ഉടമകളുമായി ബോണ്ട് ഒപ്പിടണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ ബോണ്ട് ഒപ്പിടുന്ന രീതിയില്ല. ഇതാണ് ആശയക്കുഴപ്പത്തിന് വഴിവെച്ചിരിക്കുന്നത്. ഉടമസ്ഥാവകാശം സംബന്ധിച്ച കേസിൽ തീർപ്പാക്കുന്നതിന് മുൻപേ നഷ്ടപരിഹാരം നൽകുന്നത് സംസ്ഥാന താൽപ്പര്യത്തിന് ഗുണകരമല്ലെന്നാണ് റവന്യൂ വകുപ്പിന്റെ അഭിപ്രായം. വിധി എതിരാണെങ്കിൽ എസ്റ്റേറ്റ് ഉടമകൾ പണം തിരികെ നൽകണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത്. LAR ആക്ട് പ്രകാരമുള്ള മുൻകൂർ അഡ്വാൻസ് ഭീമമായ തുക വരും. ഇതിനൊപ്പം നിശ്ചിത ശതമാനം അഡീഷണൽ കോമ്പൻസേഷൻ നൽകണം. സിവിൽ കേസ് തീർപ്പാക്കാൻ കൊല്ലങ്ങളെടുക്കും. അത്രയും കാലം ഈ തുക എസ്റ്റേറ്റ് ഉടമകളുടെ കൈവശമാകും. ഇനി വിധി അനുകൂലമായാൽ തന്നെ മുതൽ മാത്രമേ തിരികെ കിട്ടൂ. പലിശ നഷ്ടമാകും. ഇതൊന്നും സംസ്ഥാന താൽപ്പര്യത്തിന് യോജ്യമല്ലെന്ന് റവന്യൂ വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു. ഹൈക്കോടതി ഉത്തരവിൽ എന്ത് വേണമെന്ന് അടുത്ത മന്ത്രിസഭാ യോഗം തീരുമാനിക്കും. അപ്പീൽ പോകുന്നതടക്കമുള്ള കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ എസ്റ്റേറ്റ് ഉടമകൾക്ക് മുൻകൂർ നഷ്ടപരിഹാരം നൽകണമെന്നാണ് വ്യവസായ വകുപ്പിന്റെ താൽപ്പര്യമെന്നാണ് സൂചന. 24 തിരുവനന്തപുരം.